എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജോലിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് ഇപ്പോൾ റിഫൈനറീസിലേക്കും പൈപ്പ് ലൈൻ ഡിവിഷൻസിലേക്കുമുള്ള അപേക്ഷകൾ വിളിച്ചിരിക്കുന്നത്. റിഫൈനറി ഡിവിഷൻസിലേക്ക് വരുമ്പോൾ പേ സ്കെയിൽ, അതായത് ശമ്പളം 25,000 മുതൽ 1,05,000 രൂപ വരെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ ഡിവിഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്. 25,000 മുതൽ 1,05,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. തസ്തികകൾ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഫോർ പ്രൊഡക്ഷൻ, ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഫോർ P&U, ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഫോർ P&U O&M ആണ്. ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വരുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്. ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് വരുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഫയർ ആൻഡ് സേഫ്റ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും തസ്തികകളിലേക്കുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്നതാണ്. ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് വരുന്ന വേക്കൻസികളുടെ ടോട്ടൽ വേക്കൻസികളുടെ എണ്ണം, ഓരോ റിഫൈനറിലേക്കും വരുന്ന വേക്കൻസികളുടെ എണ്ണം ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് നമ്മൾ പൈപ്പ് ലൈൻ ഡിവിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തസ്തികകൾ വരുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ആണ്. അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ, T&I, ടെക്നിക്കൽ അറ്റൻഡന്റ് 1, ഇത്രയും തസ്തികകളിലേക്കാണ് വരുന്നത്. അതിൽ നമുക്ക് പറയുന്ന ഓരോ റീജിയൺ സ്റ്റേറ്റും പറയുന്നത് ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഹരിയാന, പഞ്ചാബ്, ഒഡീഷ, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഒക്കെയാണ് ഈ എല്ലാ തസ്തികകളുടെയും റീജിയൺ വരുന്നത്, അതുപോലെ സ്റ്റേറ്റ് വരുന്നത്. അതിൻ്റെയും നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഓരോ പോസ്റ്റിൻ്റെയും പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട പോസ്റ്റ് കോഡുണ്ട്. അതായത് പൈപ്പ് ലൈൻ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ വരുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കോഡ് 301 ആണ്. പോസ്റ്റ് കോഡ് 302 വരുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ ആണ്. പോസ്റ്റ് കോഡ് 303 വരുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് T&I ആണ്. അതുപോലെ പോസ്റ്റ് കോഡ് 401 ആണ് ടെക്നിക്കൽ അറ്റൻഡന്റ് വരുന്നത്. നമുക്കിനി ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് റിഫൈനറി ഡിവിഷനിൽ വരുന്ന ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് 4 ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കോഡ് 201 ആണ്. 3 ഇയർ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഓരോ തസ്തികയുടെയും വിശദമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഒരുപാടുള്ളത് കൊണ്ടാണ് പറയാതിരിക്കുന്നത്. ഇനി നമുക്ക് പൈപ്പ് ലൈൻ ഡിവിഷനിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തസ്തിക എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണ്. പോസ്റ്റ് കോഡ് 301 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കോഡ് 302 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമയാണ് ഇൻ ഒന്നെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. നമ്മളിവിടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമയാണ് വേണ്ടത്. അടുത്തത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് T&I ആണെന്നുണ്ടെങ്കിലും 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ പ്രോസസ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. അടുത്തത് ടെക്നിക്കൽ അറ്റൻഡന്റ് 1 ഗ്രേഡ് 1 ആണ്. പോസ്റ്റ് കോഡ് 401 ആണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസും ITIയുമാണ് വേണ്ടത്. ITIയുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NTC ആണ് വേണ്ടത്. അപ്പോൾ NTC ഏതൊക്കെ ട്രേഡുകളിലാണ് വേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എത്ര വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുള്ളവർക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. റിഫൈനറി ഡിവിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ്. വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രായപരിധി നോക്കാം. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ കാൻഡിഡേറ്റ്സിനായിട്ട് വരുന്നത്. റിസർവ്ഡ് കാറ്റഗറി വരുമ്പോൾ അതായത് SC ST OBC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ SC STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് IOCL.com ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷാ ഫീസ് വരുന്നത് 300 രൂപയാണ്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് IOCL.com എന്നുള്ളതാണ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റ്, അതായത് IOCL.com എന്നുള്ള സൈറ്റ് സന്ദർശിക്കുക. അതിൽ നിങ്ങൾ വാട്ട്സ് ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിന്നും ഗോ ടു റിക്വയർമെന്റ് ഓഫ് നോൺ എക്സിക്യൂട്ടീവ് പേഴ്സണൽ ഇൻ റിഫൈനറീസ് ആൻഡ് പൈപ്പ് ലൈൻ ഡിവിഷൻസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ക്ലിക്ക് ഓൺ ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഉള്ളത് എടുക്കുക. എന്നിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എടുത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 21 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. 3 സെക്ഷനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സബ്ജക്റ്റ് നോളജ്, ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും ഉണ്ടായിരിക്കും. എക്സാം വരുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും എക്സാം വരുന്നത്. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബർ 3rd വീക്കോട് കൂടി റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്
ഈ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. ഓരോ തസ്തികയുടെയും വിശദമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ യോഗ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.